DLF ഫ്ലാറ്റിലത്തെ രണ്ടാം തവണത്തെ രോഗബാധ എന്ന് പറയാം അല്ലെ. ഒരേ ഇടത്ത് തന്നെ ഈ രീതിയിലുള്ള ഒരു രോഗബാധ വന്നത് എന്താണ്, അതിന്റെ ഒരു കൃത്യമായ വിവരങ്ങളൊക്കെ ഇപ്പൊ നമുക്ക് ലഭിച്ചിട്ടുണ്ടോ? ഇപ്പൊ ഇന്നലെ നടന്ന പരിശോധനയിലും 2 പേർക്കാണ് മഞ്ഞപ്പിത്തം വന്നിരിക്കുന്നുണ്ടോ, ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ എന്താണ് ഇങ്ങനെ വീണ്ടും അത് അവിടെ തന്നെ വരാനുള്ള കാരണം? അതിൽ എന്തെങ്കിലും ഒരു വ്യക്തത ഉണ്ടോ? ഇപ്പോൾ ഇന്നലെ നമ്മൾ ആ ആരോഗ്യവകുപ്പിലെ ഉദ്യോഗസ്ഥരോട് സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞത് ക്രിസ്ത്യനെ പറഞ്ഞ പോലെ തന്നെ വെള്ളമാണ് അവിടുത്തെ പ്രശ്നം. കാരണം തുടർച്ചയായിട്ട് 6 മാസത്തിനിടെ 2ാം തവണയാണ് ഇത്തരം ഒരു സംഭവം ഉണ്ടാകുന്നത്. 2 പേരെ ഇന്നലെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. 2 പേര് ഇപ്പോൾ ആശുപത്രിയിലാണ് ഉള്ളത്. അവിടെ വെള്ളം തന്നെയാണ് പ്രശ്നം. കോളിഫോം ബാക്ടീരിയയുടെ സാന്നിധ്യം അവിടെ കണ്ടെത്തി. പിന്നെ അവിടെ ഇപ്പോൾ കൂടുതൽ പേർക്ക് ഡയറിയയുടെ ലക്ഷണങ്ങൾ കണ്ടെത്തി. അപ്പോൾ ഇന്നലെ 3 ഫ്ലാറ്റിലാണ് 3 ടവറുകളിലാണ് പരിശോധന നടന്നത്. പക്ഷേ ഇന്ന് 9 ടവറിൽ കൂടെ പരിശോധന നടക്കാനുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ മുൻപത്തെ പോലെ തന്നെ ആ രോഗാവസ്ഥയിലുള്ള ആളുകളുടെ എണ്ണം കൂടാൻ സാധ്യതയുണ്ട് അവിടെ. അവിടെ ഈ പറയുന്ന പോലെ മുമ്പ് ഉപയോഗിച്ച അതേ സ്ഥലത്ത് തന്നെയാണോ വെള്ളം എടുക്കുന്നത്? അത്തരം വിവരങ്ങളൊക്കെ ഉണ്ടോ? അല്ല അങ്ങനെ എന്തെങ്കിലും പ്രശ്നമാണോ? അവിടെ പുറത്തു നിന്നുള്ള വെള്ളമുണ്ട്, സോഴ്സ് ഉണ്ട്. അവിടെ തന്നെ 3 സോഴ്സ് ഉണ്ട്. കഴിഞ്ഞ തവണ അവിടുത്തെ സോഴ്സിൽ നിന്നായിരുന്നു ഈ കോളിഫോം ബാക്ടീരിയയുടെ കണ്ടെത്തിയത്. പക്ഷേ ഇത്തവണയും അവിടെ പരിശോധിച്ചപ്പം സെയിം സോഴ്സ് തന്നെയാണെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആ വെള്ളം തന്നെയാണ് ആ ഫ്ലാറ്റിലെ 9 ടവറുകൾ ഉപയോഗിക്കുന്നത്. പലരും ജോലിക്ക് പോലും പോകാൻ പറ്റാതെ ഈ അസുഖമായിട്ട് ആ ഫ്ലാറ്റിൻ്റെ ഉള്ളിലുണ്ട്. അവരെയൊക്കെ കണ്ടെത്താൻ ഇന്നലെ 10 പേരാണ് ആകപ്പാട് ഇന്നലെ ചെന്നത്. ഇവർ ഈ വിവരം മറച്ചു വെച്ചു എന്നുള്ളതാണ് ഏറ്റവും അപകടകരം. ഈ ഫ്ലാറ്റിന്റെ മുമ്പ് ഇതുപോലെ വലിയ വാർത്തയായതുകൊണ്ടായിരിക്കും. അതെ, അവരത് മറച്ചു വെക്കുകയാണ് ചെയ്തത്. പക്ഷേ 2 പേര് മഞ്ഞപ്പിത്തമാണ്, 2 പേര് ആശുപത്രിയിൽ ചികിത്സയിലുണ്ട്. സ്ഥിതി ഗുരുതരമാണ്. ഏതായാലും ഇന്ന് കൂടുതൽ ഉദ്യോഗസ്ഥർ അവിടെ എത്തും, പരിശോധന നടക്കും. അപ്പോൾ അറിയാം ഈ 9 ടവറിൽ ഏകദേശം 4500 പേരിലേറെ താമസിക്കുന്ന ഒരു ചെറിയ ഒരു പഞ്ചായത്തിലെ ഒരു വാർഡ് പോലെയൊക്കെയുള്ള ഒരു സ്ഥലമാണത്. ഒരു വാർഡാക്കി മാറ്റാൻ പറ്റുന്ന രീതിയിലുള്ള വലിപ്പമുള്ള സ്ഥലമാണ്. അപ്പോൾ ശ്യാം അത് അന്വേഷിച്ച് കൂടുതൽ വിവരങ്ങളുമായി എത്തുക.